ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. പുതിയതായിട്ടൊരു കണ്ടുപിടുത്തമല്ല, എന്നിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഇന്നുണ്ടാക്കിയതൊരു കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര കട്ടിയിലുള്ള കടലക്കറി കിട്ടാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഞാൻ ഉറപ്പായിട്ട് ഇതിൻ്റെ റെസിപ്പി ഇടുന്നതായിരിക്കും. പിന്നെ ഇതിലൊരു ടിപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. വേറെ ഒന്നുമല്ല, നമ്മൾ വീട്ടിൽ തേങ്ങ അരച്ചൊഴിക്കുമല്ലോ അല്ലേ. നമ്മൾ കടലക്കറിയിലേക്കെല്ലാം തേങ്ങ അരച്ചൊഴിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തേങ്ങ അരയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കടല പുഴുങ്ങി വയ്ക്കുമല്ലോ. നമ്മൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ പുഴുങ്ങി വയ്ക്കുന്നതിലും തന്നെ കുറച്ച് കടല ഇതുപോലെ എടുത്തു മാറ്റി കള്ളത്തരം കാണിച്ചാൽ തേങ്ങയിൽ കുറച്ചിട്ടാൽ മതിയെന്നേ. അതിട്ട് നല്ലപോലെ എന്താ പറയുക, നൈസായിട്ട് അരച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇത്ര കട്ടിയിൽ നമുക്ക് കറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കൊണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ.